രാഹുൽ മാങ്കൂട്ടം ഇന്ന് കേരള സമൂഹം ചർച്ച ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭത്തെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഈ രാഹുൽ മാങ്കൂട്ടം ഗർഭം ഉണ്ടാക്കിയതിനെക്കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ കിടന്നതോ ആയിട്ടുള്ള പെൺകുട്ടികളെക്കുറിച്ചുമാണോ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടത്? ഈ ശരിക്കും നമ്മളുടെ ചില ചാവാലി പട്ടികളില്ലേ, അത് എല്ലും കഷ്ണം കണ്ടാൽ കടിപിടി കൂടുന്നത് പോലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പത്രസമ്മേളനത്തിന് മുമ്പിൽ അവൻ്റെ അണ്ണാക്കിലേക്ക് ഈ സാമാനം കുത്തിക്കൊണ്ട് ചെന്ന് ചോദിക്കാൻ നിൽക്കുന്ന വെമ്പൽ കൊണ്ടുകൊണ്ട് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ആ എന്താണ് താല്പര്യം കണ്ടത്. താങ്കൾ പറയൂ, ആ പ്രതി താങ്കളാണോ, അല്ലെങ്കിൽ താങ്കളുടെ കുഞ്ഞാണോ അത്, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ബീജം തൻ്റെ തന്നെ ബീജമാണോ അവളുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം ഇന്ന് ചർച്ച ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭത്തെക്കുറിച്ചാണോ? ലജ്ജ തോന്നുന്നു മാധ്യമപ്രവർത്തനത്തോട് തന്നെ. എത്രയോ വിഷയങ്ങൾ തമസ്കരിച്ചിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ ക്യാമറ കൊണ്ട് നടക്കുന്നത്. എത്രയോ വിഷയങ്ങൾ. നമ്മൾ കുടിക്കുന്ന കുടിവെള്ളത്തിൽ ശുദ്ധതയില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ നമ്മളുടെ ഷവറിൽ നിന്ന് പോലും നമ്മളുടെ ബാക്ടീരിയകൾ, മസ്തിഷ്കം കാർന്നു നിൽക്കുന്ന ബാക്ടീരിയകൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അത് മരണത്തിന് കാരണമാകുമെന്ന് ഗവൺമെന്റ് ഉറച്ചു പറയുന്നു. ആ ബാക്ടീരിയകളിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഹാർട്ട് അറ്റാക്കുകൾ, കുഴിഞ്ഞു വീണ മരണങ്ങൾ, എത്ര വിഷയങ്ങൾ. ഇനി അതെല്ലാം പോട്ടെ, തലയ്ക്ക് മേളിൽ വലിയൊരു വാളായി, ഡെമോക്രസിന്റെ വാളായി നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയത്തെക്കുറിച്ച്, അതിന്റെ അപകടകരമായ അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല.